ചെമ്പരത്തിൻ്റെ ഇല കൊണ്ട് താളി ഉണ്ടാക്കി. താളി റെഡി ആയിട്ടുണ്ട്. ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാടായിരുന്നു കേട്ടോ താളിയൊക്കെ തേച്ച് തല കഴുകിയിട്ടേ. അപ്പോൾ ഇന്ന് താളിയൊക്കെ തേച്ച് വന്ന് തല കഴുകി കുളിക്കാമെന്ന് വിചാരിച്ചു. കുളത്തിലാണെങ്കിൽ വെള്ളം, അപ്പുറത്തെ കുളം കാണുന്നില്ലേ, കുളത്തിൽ വെള്ളം നല്ലോണം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയൊരു തൊര കൂടിയിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പം മഴ കുറഞ്ഞ തക്കത്തിന് നോക്കി ഇറങ്ങിയതാണ്. വീഡിയോയിൽ ഇടയ്ക്കൊക്കെ വരുന്ന ആ സൗണ്ട് മറ്റെവിടുന്നും അല്ല കേട്ടോ, ഈ സ്കൂളിൽ നിന്നാണ്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ ഞാനിവിടെയാണ് കേട്ടോ പഠിച്ചത്. ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിലെ എല്ലാവരും ഇവിടെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. നമ്മൾ ചെമ്പരത്തിയുടെ താളി ഉണ്ടാക്കിയിട്ട് തലയൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. കുറച്ചധികം കാലമായിട്ടുണ്ട് ചെമ്പരത്തി താളിയൊക്കെ തേച്ചിട്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലമൊക്കെ ആണ് കേട്ടോ. അങ്ങനെ ചെമ്പരത്തിത്താളിയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും അരയ്ക്കേണ്ടവർക്ക് അരയ്ക്കാം, പക്ഷേ എൻ്റെ കൈ ഏകദേശം പണിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ താളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഭവം ഞാനിങ്ങനെ കല്ലിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് വന്നതെല്ലാം മിക്സിയിലിട്ട് ഒന്ന് കറക്കിയാൽ മതി എന്നുള്ള പ്ലാനിൽ ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷേ കറണ്ട് ചതിച്ചതാണ്. കറണ്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ വേഗം കല്ലിൽ വന്ന് നമ്മൾ കൈ കൊണ്ട് ഉരച്ച് റെഡിയാക്കിയതാട്ടോ. എന്തായാലും ഞാനിത് തുണി വെച്ച് അരിച്ചെടുക്കുന്നുണ്ട്. മറ്റേ തലയിലായിട്ടുണ്ടെങ്കിൽ തലയിൽ നിന്ന് പോയില്ലെങ്കിൽ വിചാരിച്ചിട്ടാണ്. ഞാൻ മാത്രമേ തേക്കുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് മാത്രമല്ല, കാരണം ചെമ്പരത്തിയുടെ ഇല വളരെ കുറവാണ്. ദേ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് താളി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ നല്ല അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി താളി തേച്ച് കുളിക്കുക മാത്രമല്ല എനിക്ക് പണി, കുറച്ച് അലക്കാനും ഉണ്ട് ഗൈസ്. കുട്ടി എന്തൊരു കടയല്ല വന്നിരിക്കുന്നത്. ഇതെന്താന്ന് വെച്ചാൽ സംഭവം വേദു എന്നെ നോക്കിക്കൊണ്ട് കുളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവനെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അയാൾ ട്രൗസറൊന്നും ഇടാതെയാണ് കുളത്തിൻ്റെ അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അവനെ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഞാനീ പോകുന്നതും കുളിക്കാൻ നിൽക്കുന്നതും ഒക്കെ അവൻ നോക്കി നിൽക്കുന്നുണ്ടേ.
ഏത് ട്രൗസർ ഇട്ടിട്ടില്ല അതുകൊണ്ടാ. എന്താ താങ്കൾക്ക് പോട്ടെ. ഇയാളെ കല്യാണം കഴിച്ച ഈ കുളം എന്റെ പേരിൽ എഴുതി തരുമോ? ഓ എഴുതി തരാം. തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ 2 ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം. ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്കൊന്ന് കുളിക്കണ്ടേ? ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ? ഏയ് ആരും വരില്ല. നീ ധൈര്യമായിട്ട് കുളിച്ചോ. എന്നാ ചേട്ടനും ചാട്. ചാട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് എത്തി. ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. ഇഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്. കമൻ്റായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ.